പരിഷ സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് നമുക്കിപ്പം ചേരുകയാണ്. അച്ഛാ, സിദ്ധാർത്ഥിന്റെ മരണശേഷം ആ മരണത്തിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് സിദ്ധാർത്ഥിന്റെ മരണശേഷം SFI പ്രവർത്തകർ കോളേജിൽ ഒരു പരാതി കൊടുത്തു, ഒരു പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചു എന്നുള്ളതാണ്. ഈ പരാതിയിൽ ഈ കുടുംബത്തിന്റെ പ്രതികരണം എന്താണ്? അല്ല, ഇങ്ങനെ ഒരു പരാതി കൊടുത്തു ഇങ്ങനെയുള്ള കാര്യം അറിയുന്നത് ഇപ്പം ഇന്നലെ ചാനലിലും കാര്യത്തിലും അപ്പോഴേ അറിയുന്നത് ഇങ്ങനെ ഒരു പരാതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോഴറിഞ്ഞത് 14-ാം തീയതി വാളണ്ടിയേഴ്സ് ഡേയിൽ എന്തോ പ്രശ്നമുണ്ടായി, ആ പ്രശ്നത്തിൽ സിദ്ധാർത്ഥന് എന്തോ കുഴപ്പം കാണിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കാണിക്കുന്നത്. ഓക്കെ, അത് കൊടുക്കുകയാണെങ്കിൽ പരാതി കൊടുത്താൽ നല്ല കാര്യം. പരാതി കൊടുക്കുക, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരാതി കൊടുക്കുക, നമ്മളെ റൈറ്റ്സാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരുടെ പേരിലായാലും പരാതി കൊടുക്കണം, എൻ്റെ മകൻ എന്നല്ല ആരുടെ പേരിലായാലും. പക്ഷേ കൊടുക്കണമെങ്കിൽ ഈ 14-ാം തീയതി കഴിഞ്ഞിട്ട് അവൻ്റെ മരണം ശേഷം വരെ കാത്തു നിന്നത് എന്തിനാണ്? കൊടുക്കുകയാണെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ 15-ാം തീയതി കൊടുക്കണം, അല്ലെങ്കിൽ 14-ാം തീയതി തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ 16-ാം തീയതി കൊടുക്കണം. മരണം കാത്തിരിക്കേണ്ട, അതുവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആക്ഷൻ എടുക്കണം, ഇല്ലെങ്കിൽ നമ്മളെ അറിയിക്കണം, നമ്മളെ കുടുംബത്തിനെ അറിയിക്കണം, അവർ പോലീസിനെ അറിയിക്കണം, അല്ലെങ്കിൽ ഡീനിനെ അറിയിക്കുക, എന്തെങ്കിലും ചെയ്യുക. മരിച്ചു കഴിഞ്ഞു എന്നിട്ടാണ് ആ പരാതി പോകുന്നത്. അപ്പോൾ നമ്മളൊരു പരാതി കൊടുക്കുന്നത് എന്തിനാ? ഒരു കുറ്റക്കാരനെതിരെ പരാതി കൊടുക്കുന്നത് പറഞ്ഞാൽ അവർക്ക് ഒരു ശിക്ഷ കൊടുക്കണം. അതിനാണ് നമ്മൾ എവിടെ എന്തും പരാതി കൊടുക്കുന്നത്. ആ മരിച്ചു കഴിഞ്ഞിട്ട് പരാതി കൊടുത്തിട്ട് എന്താണ് ചെയ്യുന്നത്? അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മരിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കൊന്നു കഴിഞ്ഞിട്ട് പരാതി കൊടുക്കണം എന്തിനാ? കൊന്നു കഴിഞ്ഞിട്ട് ആ മരിച്ചു കഴിഞ്ഞ് അവന് ചിതയെന്ന് കൊണ്ടുപോയിട്ട് ജയിലിലടയ്ക്കാനാണ്, അതിനാണ് ആ പരാതി കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. മരണപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരു പരാതിയും കൊണ്ട് പോകണതിന് ഉദ്ദേശം. സാധാരണ നമ്മളൊരു പരാതി എന്ന് പറയുമ്പോൾ മരണപ്പെട്ട ആളിൻ്റെ പേരിൽ ഒരു കേസിനോ കാര്യത്തിൽ പോകുന്നത് എന്തിനാണ് പോകുന്നത്? സ്വത്ത് തർക്കമോ, അല്ലെങ്കിൽ അവരെ സ്വത്ത് കിട്ടണം, മറ്റേ കിട്ടണം, അങ്ങനെയാണ് മരണപ്പെട്ട ആളിൻ്റെ പേരിൽ നമ്മൾ വിൽപത്രം എന്നുള്ള രീതിയിലൊക്കെ പോകുന്നത്. അല്ല, ഒരാളുടെ കേസെന്ന് പറഞ്ഞിട്ട് ശിക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് മരണപ്പെട്ട കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അതൊരു കാര്യം. പിന്നെ രണ്ടാമത്, ഈ പരാതി കൊടുത്തതെന്ന് പറഞ്ഞാൽ ഓക്കെ, SFI കൊടുത്ത് ഡീനിന് കൊടുത്തു, അല്ല അവർ കോളേജ് അധികൃതർക്ക് അവർക്ക് കൊടുത്തു, ഓക്കെ, നല്ല കാര്യം, അവർ കൊടുക്കട്ടെ. കൊടുത്തിട്ട് മരിച്ചു കഴിഞ്ഞതിന് ശേഷം, അല്ലെ കൊല്ലപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഈ കോളേജുകാർ എന്തിനത് ഫോർവേഡ് ചെയ്തു? SFI കൊടുത്തു, ഓക്കെ, ശരി, അത് അവരുടെ സംസ്കാരം അങ്ങനെയാണ്. കോളേജുകാർ പിന്നെ അത് മരിച്ചു കഴിഞ്ഞിട്ട്, കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ട് കോളേജുകാർ എന്തിനാണ് ഫോർവേഡ് ചെയ്തത്? അപ്പോൾ എനിക്ക് അത് അന്വേഷിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൊടുത്ത പെൺകുട്ടിയെക്കുറിച്ച് പോലീസ് ഒരു അന്വേഷണം നടത്തണം. പോരാത്തതിന് ഈ കോളേജ് ആൾക്കാർ, കോളേജിലുള്ള അധികാരികളിൽ ആരൊക്കെയാണ് ഈ പരാതിയിൽ ഒപ്പിട്ടിട്ടുള്ളത്? ഡീനാണോ, ആരാണോ, ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ്, ഏതൊക്കെ പ്രൊഫസറാണ്, അവരുടെ ആരൊക്കെ ഒപ്പിട്ടിട്ടുണ്ട്, അവരെല്ലാവരും ഈ കേസിൽ ഇൻവോൾവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി ഒരു പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുത്തത്. ഇതിപ്പോൾ സിദ്ധാർത്ഥിന്റെ മരണശേഷം തങ്ങൾ കുടുങ്ങുമെന്ന് ബോധ്യപ്പെട്ട അതിനുശേഷം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമുക്കറിയാം ഒരു പൊളിറ്റിക്കലായിട്ടുള്ള വിഷയം വന്നാൽ ഒരു കൗണ്ടർ പരാതി ഒരിക്കൽ പരീക്ഷ കൊടുക്കുക നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ മരണശേഷം ഞങ്ങൾ കുടുങ്ങാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് ഒരു പെൺകുട്ടിയെ കൊണ്ട് മനഃപൂർവ്വം പരാതി കൊടുപ്പിച്ചതാണ് എന്ന് കുടുംബം കരുതുന്നുണ്ടോ? അതോടൊപ്പം ഈ പരാതി കൊടുത്ത പെൺകുട്ടിക്ക് മലയാളം അറിയില്ല എന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ കുടുംബം എന്താണ് പ്രതികരണം? ആദ്യത്തത് കറക്റ്റാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവർ കുടുങ്ങുമെന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. അവർ കുടുങ്ങുന്നതിൽ അവർ കൗണ്ടറായിട്ട് ഒരു അറ്റാക്ക് ചെയ്യണം. അത് അവിടെ നിന്ന് തന്നെ നമുക്ക് മുമ്പ് ഒരു വിവരം കിട്ടിയായിരുന്നു. ഇതിൽ ഇവർ ഏതെങ്കിലും കേസിൽ നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് വിടാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് തകർക്കും, എന്നിട്ട് അവർ കുടുങ്ങുമെന്ന് തോന്നുമ്പോൾ തകർന്നു പോവില്ല. അവരുടെ സുഹൃത്തുക്കളും അവിടുത്തെ കുറച്ച് സ്റ്റാഫുകളും, നല്ലവരായ സ്റ്റാഫുകൾ നമുക്ക് ഇൻഫർമേഷൻ തന്നായിരുന്നു. അതിന് ക്ലിയർ എവിഡൻസ് നമ്മളിലുണ്ട്. ആദ്യം നമ്മൾ മാനസികമായിട്ട് തകർക്കുക, രണ്ടാമത് അവർ കുടുങ്ങുന്നതിൽ നിന്ന് രക്ഷപ്പെടുക. അതാണ് അവർ മാർഗം. ഈ പെൺകുട്ടിക്ക് മലയാളം അറിയാമോ ഇല്ലേ എന്നുള്ള കാര്യം അതിനെക്കുറിച്ച് എനിക്കറിയില്ല, പെൺകുട്ടിയെ എനിക്കറിയില്ല, അതും അന്വേഷിക്കും. രണ്ടാമത്തെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ആരൊക്കെയാണ്, ഏത് ഉദ്യോഗസ്ഥർ ഒപ്പിട്ടിട്ടുണ്ട്, അവരെയും കൂടെ ഇതിൽ പ്രതി ചേർക്കണം, ഉറപ്പായിട്ട് പ്രതി ചേർക്കണം. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത കേസ് ഉടനെ ഫയൽ ചെയ്യും. പ്രതി ചേർത്തിട്ട് ആ ഒരു കേസും കൂടെ ഇതിൽ കൂടെ കൊണ്ടുപോകണം. കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഇവരും ഇതിൽ കൂടെ ഇൻവോൾവ് ആണ്. ഇവൻ്റെ കൊലപാതകത്തിൽ ഈ പെൺകുട്ടിയുടെ കംപ്ലൈൻറ്റിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥർ സൈൻ ചെയ്തിട്ടുണ്ട്, അവരെല്ലാം ഇതിൽ പ്രതിയാണ്. ഇപ്പോഴും ഞാൻ നല്ലവണ്ണം വിശ്വസിക്കുന്നുണ്ട്. അവരെയും കൂടെ പ്രതി ചേർത്ത് കേസ് മുമ്പോട്ട് കൊണ്ടുപോകണം. അതിനപ്പുറത്തേക്ക് ഇതിനകത്തൊരു ദുരൂഹത കാണാൻ ഇപ്പോൾ ഈ മാതാപിതാക്കൾ എന്ന നിലയിലും ബന്ധുക്കൾ എന്ന നിലയിലും ഇതിനകത്തൊരു ദുരൂഹത നിങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത്? അവരുടെ രക്ഷപ്പെടൽ എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ബാഹ്യ ഇടപെടൽ ഇവർക്ക് വേണ്ടി ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ബാഹ്യ ഇടപെടൽ എന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ടിക്കാരാ ഉള്ളത്. പാർട്ടിക്കാരെ അവർ രക്ഷപ്പെടുത്താൻ പാർട്ടിക്കാരാണ് നോക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഇതുവരെയുള്ള എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അവൻ്റെ ചെയ്തിട്ടുള്ള ക്രൂരതയും കാര്യം എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ എവിടെ നിന്ന് പഠിച്ചെടുത്തുകൊണ്ട് വന്നു എന്നറിയില്ല. അത് അത്രയ്ക്കുള്ള ക്രൂരതയാണ് ശരിക്കും നടന്നിരിക്കുന്നത്. ആ ക്രൂരത അവർ എവിടെ നിന്ന് പഠിച്ചു? അപ്പോൾ നമ്മളെ മുമ്പ് പോലും കേട്ടില്ല അന്യ രാജ്യങ്ങൾക്കൊക്കെ നടക്കുന്ന മാതിരിയുള്ള ക്രൂരത നടത്തിക്കുന്നത്.
അങ്ങനെയുള്ള ഇടപെടൽ ഉണ്ടായില്ലേ എന്നുള്ളത് എനിക്കറിയില്ല, ഇതുവരെയ്ക്കും അറിയില്ല. പക്ഷേ എൻ്റെ മകൻ പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് പലരും ക്യാമ്പസിൽ വന്ന് പോകുന്നുണ്ട്. ക്യാമ്പസിലല്ല, ക്യാൻറ്റീൻ, അവിടെ ഹോസ്റ്റലിൽ. അത് മുമ്പ് തമാശയായി പറഞ്ഞിട്ടുണ്ട്, പുറത്തുനിന്ന് പലരും വന്ന് പോകുന്നുണ്ട്, രാത്രി വന്ന് രാവിലെ പോകും. അപ്പോൾ എനിക്കിപ്പോൾ സംശയമുണ്ട്, ഈ പുറത്തുനിന്ന് വന്നിട്ട് പോകുന്നവരാരാണ്? അവർ എവരുടെയൊക്കെ സീനിയേഴ്സാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദ ബന്ധമാണോ? എനിക്കൊന്നും ഇപ്പോൾ അറിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര സംശയമുണ്ട് പുറത്തുനിന്ന് എന്തിനാണ് വന്ന് പോകുന്നതെന്ന്. അപ്പുറത്തേക്ക് മറ്റൊരു കാര്യം, അച്ഛൻ പറഞ്ഞൊരു വാചകം കേരള സമൂഹത്തിൽ മനസാക്ഷിയുള്ള എല്ലാ മാതാപിതാക്കളുടെയും ഉള്ളുലയ്ക്കുന്ന ഒരു വാചകം അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അച്ഛൻ ഇത്രയും കാലം ഇപ്പോഴും ഗൾഫിൽ കിടന്ന് പണിയെടുക്കുന്നത് സ്വന്തം മകന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ മകനെ 3 ദിവസം പട്ടിണിക്കിട്ടാണ് അവർ കൊലപ്പെടുത്തിയത്. അത് കേരള സമൂഹത്തിൻ്റെ എപ്പോഴും കണ്ണ് നിറയാതെ അല്ലെങ്കിൽ നെഞ്ചുരുകാതെ അത് ആ വാചകം ഉൾക്കൊള്ളാൻ പോലും പറ്റുകയില്ല. അത്രമാത്രം ക്രൂരത. ഞാൻ വീണ്ടും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല, പക്ഷെ ഇനി ഇങ്ങനൊരു സംഭവം കേരളത്തിൽ ഉണ്ടായിക്കൂടാ. അത് ഉണ്ടായിക്കൂടാ എന്ന് വിചാരിച്ചുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെ ഒരു വാർത്ത കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ പോലും കേൾക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ പുറത്തെ രാജ്യത്തായിട്ട് നമ്മൾ അറിയില്ല. ഒരുപക്ഷെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തെ വാർത്തയില്ലെങ്കിൽ നമ്മൾ കേൾക്കും. അതുകൊണ്ട് ഒരിടത്തും വരാൻ പാടില്ല, ഉറപ്പായിട്ടും വരാൻ പാടില്ല. ഒരു മാതാപിതാക്കൾ ഇതുപോലുള്ള ഒരു വിഷമഘട്ടത്തിലോട്ട് നിങ്ങൾ പോകരുത്. അത് ഒന്നാമത്തെ കാര്യം. ഇതുപോലെ ഇനിയിപ്പോൾ 2-3 വർഷം കഴിഞ്ഞിട്ട് ഇതുപോലൊരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് നമ്മളെ മനസ്സൊന്ന് റിക്കവറായി വരെയായിരിക്കും ഈ മകൻ്റെ കാര്യത്തിൽ കുറിച്ച്. ഇങ്ങനെ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ വീണ്ടും ഈ പഴയ വിചാരത്തിലോട്ട് വന്നു പോയി പിന്നെ പ്രശ്നമായി പോകും. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഇത് ഒരു മാതാപിതാക്കളും ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, ഞാൻ ഇപ്പോൾ ഇതിൽ രാഷ്ട്രീയക്കാരുടെ പിന്തുണയൊന്നും ചോദിച്ചിട്ടില്ല. ഏത് രാഷ്ട്രീയക്കാരായിരുന്നല്ലോ, ഏത് മീഡിയ ആണെങ്കിലും എന്താണെങ്കിലും ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ ഇതോടുകൂടി ഈ ഒരു പരിപാടി അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. പ്രത്യേകിച്ച് കലാലയത്തിൽ. ബാക്കി വെളിയിൽ അവർ രാഷ്ട്രീയം എന്തോ കളിച്ചോട്ടെ, അത് രാഷ്ട്രീയക്കാർ അവരുടെ റൈറ്റ്സാണ്. പ്രത്യേകിച്ച് കലാലയത്തിൽ ഇതൊന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഇതോടുകൂടി അങ്ങ് നിർത്തുക. ഇതൊരു കാരണമാണെങ്കിൽ അത്രയും നല്ലത്. ഫാരിഷ, ഈ പിതാവ് പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. മകന്റെ മരണശേഷം ഈ കൊടുത്ത പരാതിയിൽ ദുരൂഹതയുണ്ട്. ആ പരാതി കൊടുത്ത കാര്യം അന്വേഷിക്കണം. ആ പരാതിയിൽ ആരൊക്കെ ഒപ്പിട്ടിട്ടുണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കണം എന്നുള്ള കാര്യമാണ് മരിച്ച സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതറ്റം വരെ പോണോ ആ അറ്റം വരെയും പോകും. ഇനി ഇതുപോലൊരു സംഭവം ഈ രാജ്യത്തുണ്ടാവാൻ പാടില്ല. ഇനി ഉണ്ടായാൽ അങ്ങനെ ഒരു തരത്തിലും ഇതിനെ നീതീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവം ഇനി ഉണ്ടാകാൻ പാടില്ല. എന്തായാലും തന്റെ മകന് സംഭവിച്ചതുപോലെ ഇനി ഒരു മകനും സംഭവിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് താൻ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പരാതിയിൽ മേലൊരു അന്വേഷണം വേണം, പെൺകുട്ടിക്കെതിരെയും കേസെടുക്കണമെന്നുള്ള കാര്യത്തിലും അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ഷിജോ കുര്യനാണ് സിദ്ധാർത്ഥിന്റെ നെടുമങ്ങാട്ടെ വീട്ടിൽ നിന്നും നമ്മോടൊപ്പം ചേർന്നത്.